ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മുഗൾ എംപയറിനെ കുറിച്ചിട്ടാണ്. എന്താ എംപയർ എന്ന് പറഞ്ഞാൽ? സാമ്രാജ്യം അല്ലേ. മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ, റൂളേഴ്സിനെ കുറിച്ച് അറിയണം. അപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് മുഗൾ റൂളേഴ്സ് ആരൊക്കെയാണ്? ബാബർ ഉണ്ട്, ഹുമയൂൺ ഉണ്ട്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സ്. അപ്പം ഈ മുഗൾ റൂളേഴ്സിനെ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഓർഡറിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അവരുടെ കാലഘട്ടവും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുഗൾ എംപയറിൻ്റെ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ആദ്യത്തെ മുഗൾ റൂളറായിട്ടുള്ള ബാബറാണ് നമ്മുടെ മുഗൾ എംപയറിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ബാബർ ഈസ് എ ഫൗണ്ടർ ഓഫ് ദി മുഗൾ എംപയർ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ 1526 മുതൽ 1530 വരെയാണ് ബാബറിൻ്റെ ഭരണകാലം. ഇനി അടുത്ത ആളാണ് ഹുമയൂൺ. ഹുമയൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബറിൻ്റെ സണ്ണാണ്, മകനാണ് അല്ലേ. ബാബറിൻ്റെ സണ്ണാണ് അടുത്ത മുഗൾ റൂളറായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം 1530 മുതൽ 40 വരെയും 1555 മുതൽ 56 വരെയും ഭരിച്ചിരുന്നു. അപ്പം ഹുമയൂണിൻ്റെ കാലഘട്ടം 2 ഘട്ടമായിട്ടാണുള്ളത്. 1530 മുതൽ 40 വരെ ഒരു ടൈമും, അതുപോലെ 1555 മുതൽ 56 വരെ വേറൊരു കാലഘട്ടം. ഓക്കെ. അപ്പം ബാബറിൻ്റെ മരണശേഷം അടുത്ത റൂളർ ആരായിരുന്നു? ഹുമയൂണാണ്. അടുത്തത് അക്ബർ. അടുത്ത മുഗൾ റൂളർ ആരാണ്? അക്ബറാണ്. 1556 മുതൽ 1605 വരെ ഭരിച്ച ഭരണാധികാരിയാണ് അക്ബർ. നോൺ ഫോർ ഹിസ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അദ്ദേഹത്തിൻ്റെ പോളിസി ആയിട്ടുള്ള റിലീജിയസ് ടോളറൻസ്, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് അക്ബർ. അപ്പോൾ അക്ബറിൻ്റെ കാലഘട്ടം എന്നാണ് 1556 to 1605 വരെയാണ്. ഇനി ജഹാംഗീർ. നെക്സ്റ്റ് അക്ബറിന് ശേഷം വന്ന ഭരണാധികാരിയാണ് ജഹാംഗീർ. 1605 മുതൽ 1627 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. കണ്ടിന്യൂഡ് അക്ബേഴ്സ് പോളിസി. നമ്മുടെ അക്ബർ കൊണ്ടുവന്ന കുറേ പോളിസീസ് ഉണ്ട്, അതൊക്കെ കണ്ടിന്യൂ ചെയ്ത ഒരാളാണ് ജഹാംഗീർ. ഓക്കെ. ജഹാംഗീറിൻ്റെ മകൻ അടുത്ത ആൾ ഷാജഹാൻ. ഷാജഹാൻ 1628 മുതൽ 1658 വരെ ഭരിച്ചു. ബിൽഡ് ദ റെഡ് ഫോർട്ട് ആൻഡ് താജ്മഹൽ. നമുക്കറിയാം താജ്മഹൽ ബിൽഡ് ചെയ്തത് നമ്മുടെ ഷാജഹാൻ ആണെന്ന് അറിയാം. അതുപോലെ റെഡ് ഫോർട്ടും ബിൽഡ് ചെയ്തത് ആരാണ്? ഷാജഹാനാണ്. ഓക്കെ. അപ്പോൾ ഷാജഹാൻ്റെ മകനായിട്ടുള്ള ഔറംഗസേബാണ് അവസാനമായിട്ടുള്ള മുഗൾ എംപയർ, ദ ലാസ്റ്റ് പവർഫുൾ മുഗൾ റൂളർ. പവർഫുൾ ആയിട്ടുള്ള ലാസ്റ്റ് മുഗൾ റൂളർ ആരായിരുന്നു? ഔറംഗസേബാണ്. 1658 മുതൽ 1707 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞത്. അപ്പോൾ മുഗൾ എംപയറിനെ കുറിച്ചിട്ടും അതിലുള്ള പ്രധാന റൂളേഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു അല്ലേ. പ്രധാനപ്പെട്ട റൂളേഴ്സിനെ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞത്? അവരുടെ ഓർഡറിൽ, അവർ ഭരിച്ച കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓർഡറിൽ നമ്മൾ പഠിക്കുക. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ആരായിരുന്നു നമ്മുടെ മുഗൾ എംപയറിൻ്റെ ഫൗണ്ടർ? ശരി അല്ലേ, ബാബറാണ്. അതുപോലെ ബാബറിൻ്റെ മകനായിരുന്നു ഹുമയൂൺ. ഹുമയൂണിന് ശേഷം വന്ന ഭരണാധികാരി അക്ബറാണ്. അക്ബറിൻ്റെ പ്രത്യേകത എന്താണ്? ഹീസ് നോൺ ഫോർ ഹിസ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അതിനുശേഷം വന്നത് ജഹാംഗീറാണ്. ജഹാംഗീർ അക്ബർ കൊണ്ടുവന്ന പോളിസീസൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഷാജഹാനാണ് താജ്മഹലും റെഡ് ഫോർട്ടൊക്കെ ബിൽഡ് ചെയ്തത്. അവസാനത്തെ പവർഫുൾ മുഗൾ റൂളർ ആരാണ്? ഔറംഗസേബ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുഗൾ എംപയറിനെ കുറിച്ചിട്ടും മുഗൾ റൂളേഴ്സിനെ കുറിച്ചും നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത്. ഇനി ദ മുഗൾസ് റൂൾ ഇന്ത്യ ഫ്രം 1526 to 1857. അപ്പം മുഗൾ സാമ്രാജ്യം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചത് ഏത് കാലഘട്ടം മുതലാണ്? 1526 ബാബർ തുടങ്ങിയ കാലഘട്ടം 1526 മുതൽ 1857 വരെ നമ്മുടെ മുഗൾ ഭരണാധികാരികൾ നമ്മളെ ഭരിച്ചിട്ടുണ്ട്. അപ്പം മുഗൾ റൂൾഡ് ഇന്ത്യ ഫ്രം 1526 to 1857. Their kingdom was vast, including parts of modern India and neighboring countries. ഇവരുടെ കിങ്ഡം, സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യമാണ്.
നമ്മുടെ ഇൻക്ലൂഡിങ് പാർട്സ് ഓഫ് നമ്മുടെ ഇപ്പോഴുള്ള മോഡേൺ ഇന്ത്യയുടെ ഭാഗങ്ങളും അതുപോലെ നെയ്ബറിങ് കൺട്രീസും ഒക്കെ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ മുഗൾ കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ. നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. ആ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ് നമ്മൾ മുഗൾ റൂള് ഇന്ത്യയിലോട്ട് വന്നത്, മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിക്കാനായിട്ട് എത്തിയത് അല്ലേ, ബാബറിലൂടെ. അപ്പോൾ മുഗൾ റൂൾ ഇന്ത്യയിൽ എന്നത് 1526 മുതൽ 1857 വരെയാണ്. കിങ്ഡമിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വാസ് വാസ്റ്റ് ഇൻക്ലൂഡിങ് പാർട്സ് ഓഫ് മോഡേൺ ഇന്ത്യ ആൻഡ് നെയ്ബറിങ് കൺട്രീസ്. ഇപ്പോഴുള്ള നമ്മുടെ ഇന്ത്യയും അതുപോലെ മറ്റ് അയൽ രാജ്യങ്ങളും ഒക്കെ നമ്മുടെ ഈ മുഗൾ കിങ്ഡത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് യുദ്ധമാണ് നമ്മളുടെ മുഗൾ റൂളിനെ നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ച് പഠിക്കാനുള്ള കേട്ടോ. ഇനി ഇതിലുള്ള മറ്റുള്ള രാജാക്കന്മാരെ റൂളേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു റൂളറാണ് അക്ബർ. അക്ബർ ദ ഗ്രേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ബിൽറ്റ് ഇബാദത്ത് ഖാന ഫോർ റിലീജിയസ് ഡിസ്കഷൻ. അക്ബർ കൊണ്ടുവന്ന ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. അക്ബർ കൊണ്ടുവന്നതാണ് ഇബാദത്ത് ഖാന. ഹി ബിൽഡ് ഇബാദത്ത് ഖാന ഫോർ റിലീജിയസ് ഡിസ്കഷൻ. മതപരമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇബാദത്ത് ഖാന എന്നൊരു ഇത് ബിൽഡ് ചെയ്തു, പണിതു. ക്രിയേറ്റഡ് എ ന്യൂ റിലീജിയൻ ദിൻ ഇലാഹി പ്രൊമോട്ടിംഗ് ടോളറൻസ്. അദ്ദേഹം ഒരു പുതിയ മതം കൊണ്ടുവന്നു. എന്താണ്? ദിൻ ഇലാഹി. അദ്ദേഹം കൊണ്ടുവന്ന പുതിയ മതമാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത പുതിയ മതമാണ് ദിൻ ഇലാഹി. എബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് ജസിയ. അക്ബർ ഒരു റിലീജിയസ് മതപരമായിട്ടുള്ള ഒരു ടാക്സ് ഉണ്ടായിരുന്നു, ജസിയ എന്ന് പറഞ്ഞിട്ടുള്ള. അത് ഒഴിവാക്കിയത് ആരാണ്? അക്ബറാണ്. അപ്പോൾ വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അതുപോലെ അക്ബറിൻ്റെ കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പം അക്ബർ ബിൽഡ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് ഇബാദത്ത് ഖാന. എന്തിനു വേണ്ടിയാണ്? ഫോർ റിലീജിയസ് ഡിസ്കഷൻ. അദ്ദേഹം ഒരു മതം കൊണ്ടുവന്നിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ മതത്തിൻ്റെ പേരെന്താണ്? ദിൻ ഇലാഹി. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത പുതിയ മതത്തിൻ്റെ പേരാണ്, റിലീജിയനാണ് ദിൻ ഇലാഹി. ഹി അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് ജസിയ. ജസിയ എന്ന് പറഞ്ഞിട്ടുള്ള മതപരമായിട്ടുള്ള നികുതി അദ്ദേഹം എന്താക്കി? ഒഴിവാക്കി. ഫേമസ് ഫോർ ഹിസ് പോളിസി ഓഫ് സുൽ ഈക്വൽ. അദ്ദേഹം ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് സുൽ ഈക്വൽ. പീസ് ടു ഓൾ എന്നാണ്, എല്ലാവർക്കും സമാധാനം എന്ന അർത്ഥം വരുന്ന സുൽ ഈക്വൽ എന്ന പോളിസി കൊണ്ടുവന്നത് ആരാണ്? അക്ബറാണ്. അപ്പോൾ അക്ബർ ദ ഗ്രേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഹാഡ് നോട്ടബിൾ ഫിഗേഴ്സ് ലൈക്ക് രാജ തോഡർമാൽ, രാജ മൻസിംഗ് ആൻഡ് ബീർബൽ ഇൻ ഹിസ് കോർട്ട്. അദ്ദേഹത്തിൻ്റെ കോടതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് രാജ ടോഡർമാൽ, രാജ മൻസിംഗ് ആൻഡ് ബീർബൽ. ഓക്കെ, അപ്പോൾ അക്ബറിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അക്ബർ ഒരു പ്രധാനപ്പെട്ട മുഗൾ റൂളറാണ്. അദ്ദേഹം ഇബാദത്ത് ഖാന എന്നൊരു ബിൽഡിംഗ് പണിതു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിലീജിയസ് ഡിസ്കഷന് വേണ്ടിയിട്ട്. അതേപോലെ ദിൻ ഇലാഹി എന്ന ഒരു പുതിയ മതം അദ്ദേഹം കൊണ്ടുവന്നു. ജസിയ എന്ന പേരുള്ള ഒരു റിലീജിയസ് ടാക്സ് അദ്ദേഹം അബോളിഷ് ചെയ്തു. അതുപോലെ സുൽ ഈക്വൽ ഒരു പോളിസിയാണ്, സുൽ ഈക്വൽ പീസ് ടു ഓൾ എന്ന ഒരു പോളിസി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോടതിയിലെ പ്രധാനപ്പെട്ട ഫിഗേഴ്സാണ്, ആളുകളാണ് രാജ തോഡർമാൽ, രാജ മൻസിംഗ് ആൻഡ് ബീർബൽ. ബീർബലിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ബീർബൽ കഥകൾ എന്നൊക്കെ കഥാ ബുക്കുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം അദ്ദേഹം ബീർബൽ എന്നുള്ള ആളൊക്കെ അക്ബറിൻ്റെ കാലഘട്ടത്തിലുള്ള ആളാണെന്ന് ഓർത്ത് വെക്കുക. ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെയായിരുന്നു? മുഗൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കണം അല്ലേ. അപ്പോൾ എന്താ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? മുഗൾ ഭരണം. ദ എംപറർ വാസ് ദ ഹയസ്റ്റ് അതോറിറ്റി. മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മുഗൾ ഭരിക്കുന്ന സമയത്ത് അവിടെയുള്ള എംപറർ അല്ലേ, എംപററാണ് എന്ത് അവിടുത്തെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ പവറുള്ള ആൾ ആർക്കായിരുന്നു? ആ മുഗൾ എംപററിനായിരുന്നു. ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്, ഡിസ്ട്രിക്ട്സ്, സബ് ഡിസ്ട്രിക്ട്സ് ആൻഡ് വില്ലേജസ് അല്ലേ. അത് എംപയർ, ഈ സാമ്രാജ്യം അത് 4ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവിൻസസ്, ഒന്നെന്താണ്? പ്രൊവിൻസസ് അല്ലെങ്കിൽ സുബ. ഡിസ്ട്രിക്ട്സ് അല്ലെങ്കിൽ സർക്കാർ, ഡിസ്ട്രിക്ട്സിന് മറ്റ് അവിടെ അന്ന് വിളിച്ച പേരെന്താണ്? സർക്കാർ. അതുപോലെ സബ് ഡിസ്ട്രിക്ട്സ്, പർഗാന ആൻഡ് ഗ്രാമ, വില്ലേജസ്. അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത് സംസ്ഥാനങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ
ചെറിയ ജില്ലകൾ, സംസ്ഥാനത്തിനുള്ളിൽ എന്തുണ്ട്, ജില്ലകളുണ്ട് അല്ലേ, അതിനുള്ളിൽ വില്ലേജസ് ഉണ്ട്. അതുപോലെ തന്നെ എംപയർ എന്താ ചെയ്തത്, ആ സാമ്രാജ്യത്തിനെ അവരെങ്ങനെ ഡിവൈഡ് ചെയ്തത്, 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവിൻസസ് ഓർ സുബ, ഡിസ്ട്രിക്ട്സ് ഓഫ് സർക്കാർ, സബ് ഡിസ്ട്രിക്ട്സ് ഓഫ് പർഗാന ആൻഡ് വില്ലേജസ് ഓഫ് ഗ്രാമ. ഓക്കെ, ഇനി മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മുഗൾ ഭരണത്തിനെ കുറിച്ച് നമുക്ക് ഒറ്റ പോയിന്റും കൂടി പഠിക്കാനുണ്ട്. മൻസബ്ദാരി സിസ്റ്റം. എന്താണ് മൻസബ്ദാരി സിസ്റ്റം? മിലിറ്ററി ഓഫീസേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൻസബ്ദാസ് എന്ന് പറയുന്നത്. ഈ മൻസബ്ദാസ് മെയിൻറ്റെയിൻ സോൾജേഴ്സ് ആൻഡ് കളക്റ്റഡ് ടാക്സസ്. ഈ മൻസബ്ദാരി സിസ്റ്റത്തിൽ ഈ മിലിറ്ററി ഓഫീസേഴ്സാണ് എന്ത് കൈകാര്യം ചെയ്തിരുന്നത്, അവിടെയുള്ള പട്ടാളക്കാരെയും അതുപോലെ ടാക്സ് ഒക്കെ പിരിച്ചിരുന്നത് ആരായിരുന്നു, ഈ മിലിറ്ററി ഓഫീസേഴ്സ് ആയിരുന്നു. ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. മിലിറ്ററി ഓഫീസേഴ്സ്, ദാറ്റ് ഈസ് മൻസബ്ദാസ്, മെയിൻറ്റെയിൻഡ് സോൾജേഴ്സ് ആൻഡ് കളക്റ്റഡ് ടാക്സസ്. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം, അവിടെയുള്ള ഹയർ അതോറിറ്റി, ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എംപററിനാണ്. അതുപോലെ ഇത് എംപയർ, സാമ്രാജ്യത്തെ അവർ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമയാണ്. ഇനി മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം അന്നത്തെ കാലഘട്ടത്തിൽ പ്രിവെയിൽ ചെയ്തിരുന്നു. മിലിറ്ററി ഓഫീസേഴ്സിനെയാണ് മൻസബ്ദാസ് എന്ന് പറയുന്നത്. ഈ മൻസബ്ദാസ് എന്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, സോൾജേഴ്സിനെ, പട്ടാളക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരായിരുന്നു. അതുപോലെ കളക്റ്റഡ് ടാക്സ് കളക്ട് ചെയ്തിരുന്നതും ഈ മൻസബ്ദാരായിരുന്നു. ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സോഷ്യോ എക്കണോമിക് ലൈഫും കൂടി പഠിക്കാനുണ്ട്. എന്താണ് സോഷ്യോ എക്കണോമിക് ലൈഫ്? ഈ മുഗൾ ഭരണകാലത്തിലുള്ള സോഷ്യോ എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു? എ ഫ്യൂഡൽ സിസ്റ്റം വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ് ആൻഡ് കോമൺ പീപ്പിൾ അറ്റ് ദി ബോട്ടം. ഈ അവിടെയുള്ള സാമൂഹിക സാമ്പത്തിക ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എ ഫ്യൂഡൽ സിസ്റ്റം, അവിടെ ഒരു എന്ത് സിസ്റ്റമാണ് പ്രിവെയിൽ ചെയ്തത്? ഫ്യൂഡൽ സിസ്റ്റം വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. എന്താ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രാജാവ് ഏറ്റവും ടോപ്പിൽ അല്ലേ, ഏറ്റവും പവറുള്ളത് രാജാവിനും, ആൻഡ് കോമൺ പീപ്പിൾ അറ്റ് ദ ബോട്ടം, താഴെയുള്ളത് ആരാണ്? സാധാരണ ആളുകൾ അല്ലേ. അപ്പോൾ പവർ തീരെ ഇല്ലാത്ത ആളുകളാണ് കോമൺ പീപ്പിൾ. അപ്പോൾ ഫ്യൂഡൽ സിസ്റ്റം കിങ്ങിന് കൂടുതൽ പവർ, അല്ലെങ്കിൽ കിങ് അറ്റ് ദ ടോപ്പ് ആൻഡ് കോമൺ പീപ്പിൾസ് അറ്റ് ദി ബോട്ടമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടെയുള്ള ആളുകളുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ, ജോലി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. അഗ്രികൾച്ചർ വാസ് എ മെയിൻ ഒക്യുപ്പേഷൻ. ടെക്നോളജി ലൈക്ക് ദി പേർഷ്യൻ വീൽ ഇംപ്രൂവ്ഡ് ഫാമിംഗ്. പേർഷ്യൻ വീൽ പോലെയുള്ള ടെക്നോളജീസ് ഈ ഫാമിങ്ങിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ട്രേഡ് ഫ്ലറിഷ് വിത്ത് എക്സ്പോർട്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ, റൈസ്. ട്രേഡ്, ഈ അഗ്രികൾച്ചർ അവരുടെ മേജർ ഒക്യുപ്പേഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഈ കൃഷിയിൽ അവർ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നു. അതിലൊന്നാണ് ഏത്, നമ്മുടെ പേർഷ്യൻ വീൽ. ഈ ട്രേഡ് ഫ്ലറിഷ് വിത്ത് എക്സ്പോർട്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, അവർ കൂടുതൽ കച്ചവടം ചെയ്തത് എന്തൊക്കെയായിരുന്നു? ടെക്സ്റ്റൈൽസ്, മസ്ലിന്, ഷുഗർ, റൈസ്, ഇവയൊക്കെയാണ് അവർ ട്രേഡ് ചെയ്ത കാര്യങ്ങൾ. ഇനി സിറ്റീസ് ലൈക്ക് ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വർ ലാർജർ ദാൻ ലണ്ടൻ ആൻഡ് ബസ്റ്റിംഗ് വിത്ത് ആക്ടിവിറ്റീസ്. അന്നത്തെ പ്രധാന സിറ്റീസ് ഏതൊക്കെയാണ്? ആഗ്ര, ഫത്തേപൂർ സിക്രി, അന്നത്തെ ലാർജർ ദാൻ ലണ്ടൻ, ഇപ്പോഴുള്ള ലണ്ടനെക്കാട്ടും വലിയ ഒരു സിറ്റിയാണ്, പട്ടണമായിരുന്നു അന്ന് ആഗ്രയും ഫത്തേപൂർ സിക്രിയും ഒക്കെ. ഓക്കെ, അതുപോലെ യൂറോപ്യൻ ട്രാവലേഴ്സ് നോട്ടഡ് ദ റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് മുഗൾ സൊസൈറ്റി. അന്നത്തെ യൂറോപ്യൻ ട്രാവലേഴ്സ്, നമ്മുടെ ഇന്ത്യയിലോട്ട് വന്ന യൂറോപ്യനിലെ ആളുകൾ അവരെന്താണ് കണ്ടെത്തിയത്? ദേ നോട്ടഡ് ദ റിച്ച്നെസ്, നമ്മുടെ മുഗൾ സൊസൈറ്റിയിലുള്ള സമ്പത്തും അതുപോലെ ഡൈവേഴ്സിറ്റിയും അന്നത്തെ വെറൈറ്റി ഓഫ് ആളുകളെയൊക്കെ അവരെന്താക്കിയിട്ടുണ്ട്, അന്നത്തെ യൂറോപ്യൻ ട്രാവലേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ എക്കണോമിക് ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്തായിരുന്നു? ഫ്യൂഡൽ സിസ്റ്റമാണ്. എന്താ ഫ്യൂഡൽ സിസ്റ്റം പറഞ്ഞാൽ? കിങ് ഏറ്റവും ടോപ്പിലും ബോട്ടമിൽ ദ കോമൺ പീപ്പിളുമാണ്. അതിനെയാണ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരുന്നു. അഗ്രികൾച്ചറിൽ അവർ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നു. അതിന് ഉദാഹരണമാണ് പേർഷ്യൻ വീല് അല്ലേ. ഇത് ഫാമിങ്ങിൽ വളരെയധികം നൽകിയിട്ടുണ്ട്. ഫാമിങ്ങിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിങ്ങിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കിയത് കൊണ്ട് തന്നെ കച്ചവടം, ഇത് ട്രേഡ് അതുപോലെ വളർന്നു അല്ലേ. ട്രേഡ് ഫ്ലറിഷ്ഡ് വിത്ത് എക്സ്പോർട്സ്, ഇത് പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ എക്സാമ്പിളാണ് ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ, റൈസൊക്കെ. അതുപോലെ ലണ്ടനേക്കാൾ വലിയ സിറ്റീസ് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ആഗ്രയും ഫത്തേപൂർ സിക്രിയൊക്കെ. ഇനി യൂറോപ്യൻ ട്രാവലേഴ്സ് ഇവിടെ വന്നിട്ട് നമ്മുടെ മുഗൾ റൂളേഴ്സിൻ്റെ കാലഘട്ടത്തിൽ
മുഗൾ സൊസൈറ്റിയിലെ റിച്ച്നെസ്സും ഡൈവേഴ്സിറ്റിയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യോ എക്കണോമിക് ലൈഫിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ. എന്താണ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ? ദ മുഗൾസ് ബ്ലെൻഡഡ് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ കൾച്ചേഴ്സ്. അന്നത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഈ മുഗൾസ് അവർ അറബികളാണ് അല്ലേ, പേർഷ്യൻസ് ആണ്. അപ്പം മുഗൾസ് അവരെന്ത് ചെയ്തു? അവർ പേർഷ്യൻ കൾച്ചറും ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തു, മിക്സ് ചെയ്തിട്ടാണ്. അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ സംസ്കാരമുണ്ട്, അതുപോലെ അറബികളെ പേർഷ്യൻ കൾച്ചറും കൂടിയുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ. താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർ എക്സാമ്പിൾസ് ഓഫ് ദ ആർക്കിടെക്ചറൽ ഫ്യൂഷൻ. അപ്പം ഈ പേർഷ്യൻ്റെയും ഇന്ത്യയുടെയും ഫ്യൂഷൻ പോലെയുള്ള കുറേ ബിൽഡിങ്സ് നമ്മുടെ ഇന്ത്യയിൽ അവർ പണിതിട്ടുണ്ട്. അതാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടൊക്കെ. ഉറുദു ലാംഗ്വേജ് ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക് വേ പ്രൊഡക്ട്സ് ഓഫ് ദിസ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ. അന്ന് വന്നതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഉറുദു ലാംഗ്വേജിലെ, ഉറുദു എന്ന് പറഞ്ഞ ഭാഷ, അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കൊക്കെ ഈ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ്റെ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഇതാണ് നമ്മുടെ ഉറുദു ലാംഗ്വേജും അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. ഇനി ദാരാ ഷുക്കോ ട്രാൻസ്ലേറ്റഡ് ദ മഹാഭാരത ഇൻ ടു പേർഷ്യൻ. നമ്മുടെ മഹാഭാരത പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ആര്? ദാരാ ഷുക്കോ എന്നത്. അപ്പം കൾച്ചറൽ ഇൻറ്റഗ്രേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അന്നത്തെ സംസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുഗൾ സംസ്കാരം എങ്ങനെയായിരുന്നു? അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചറും അതുപോലെ പേർഷ്യൻ കൾച്ചറും കൂടി മിക്സ് ചെയ്തിട്ടൊരു കൾച്ചറായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. അവർ ഈ സംസ്കാരം അവരുടെ ആർക്കിടെക്ചറിലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ബിൽഡിങ്സ് ഒക്കെ അവർ പേർഷ്യനും അതുപോലെ ഇന്ത്യൻ കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിന് എക്സാമ്പിളാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടൊക്കെ. അതുപോലെ ഉറുദു ലാംഗ്വേജ്, ഉറുദു എന്ന ഭാഷയും ഹിന്ദുസ്ഥാനി മ്യൂസിക്കൊക്കെ ഈ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. മഹാഭാരത പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ദാരാ ഷുക്കോ എന്ന ആളാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ചെറിയ ഭാഗം കൂടിയുണ്ട്, നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇതുവരെ നല്ല കുട്ടികളായിട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പം ഓണം എക്സാമിനൊക്കെ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.